പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികളെയും കുടുംബത്തെയും CPM നേതാക്കൾ സന്ദർശിച്ച സംഭവം പാർട്ടി ബന്ധം തെളിയിക്കുന്നതാണെന്ന് ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബം. കൊലപാതകത്തിലെ കണ്ണൂർ ബന്ധം തെളിയിക്കുന്നതാണ് P. ജയരാജന്റെ ജയിൽ സന്ദർശനമെന്ന് K. മുരളീധരനും VD സതീശനും ആരോപിച്ചു. അതിനിടെ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പ്രതികൾ CBI കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ 9 പ്രതികളെ കണ്ണൂർ ജയിലിലേക്ക് മാറ്റുമ്പോഴായിരുന്നു CPIM പ്രവർത്തകരുടെ ആവേശപ്രകടനം. ഇതിന് പിന്നാലെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണന്റെയും CH കുഞ്ഞമ്പു MLAയുടെയും നേതൃത്വത്തിൽ മുഖ്യപ്രതി പീതാംബരൻ ഉൾപ്പെടെയുള്ളവരുടെ വീടുകൾ സന്ദർശിച്ചു. ഇതോടെയാണ് ജയിൽ മാറ്റം പ്രതികളുടെ സുഖചികിത്സയ്ക്കെന്നാരോപിച്ച് ശരത് ലാലിന്റെ പിതാവ് സത്യനാരായണൻ രംഗത്ത് വന്നത്. ഇപ്പോൾ നടക്കുന്ന ഈ ജയിൽ മാറ്റം അതിനിപ്പോൾ ഇതേ ജഡ്ജിയുടെ അടുത്ത് തന്നെ നമ്മൾ റീപെറ്റീഷൻ കൊടുക്കാൻ പോവുകയാണ്. കൊലപാതകത്തിലെ ഗൂഢാലോചനയ്ക്ക് പിന്നിലെ CPIM നേതാക്കളുടെ പങ്ക് ഇതോടെ വ്യക്തമായെന്ന് K. മുരളീധരൻ. ജനപ്രതിനിധിയായിരുന്ന ഒരു വ്യക്തി തന്നെ ഇങ്ങനെ പരസ്യമായി നിയമലംഘനത്തിന് നേതൃത്വം നൽകുമ്പോൾ CPM ആണെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ളൊരവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുക. തീവ്രവാദ സംഘടനകളെ പോലും ലജ്ജിപ്പിക്കും വിധമാണ് CPIMന്റെ പ്രവർത്തനമെന്നും P. ജയരാജനെ ജയിൽ ഉപദേശക സമിതി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള നാണക്കേടാണിത്. കേരളത്തിന് അപമാനമാണ്. മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർ നിരപരാധികളെന്ന് പാർട്ടിക്ക് ബോധ്യമുണ്ടെന്ന് P. ജയരാജൻ. നിരപരാധികൾ ആ കേസിലുണ്ടെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ആ കേസിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് UDF ചെയ്തത്. കേസിൽ വെറുതെ വിട്ട 10 പേരെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം. 24 കാസർഗോഡ്.